ഏതു സാഹിത്യത്തിൻ്റെയും ഉദയരാഗം കവിതകളാണ്. വാക്കുകളുടെ ഘടനയിൽ താളരാഗലയങ്ങൾക്ക് പുറമെ അർത്ഥങ്ങൾ കൂടുകെട്ടുമ്പോൾ അവയ്ക്ക് മന്ത്രശക്തി ലഭിക്കുന്നു. കവിതകൾ പൂക്കളെപ്പോലെയാണ്. കവി ആശയമന്ത്രത്താൽ ഒന്നൂതുമ്പോൾ അവയ്ക്ക് ഭാവത്തിൻ്റെയും ഗാനത്തിൻ്റെയും സുഗന്ധമുണ്ടാവുന്നു. മലയാളത്തിന് പ്രിയങ്കരനായ കവിയാണ് പാലാ നാരായണൻ നായർ. 4 ദശാബ്ദക്കാലമായി അദ്ദേഹം കാവ്യവേദിയിൽ കനകച്ചിലങ്ക കിലുക്കിക്കൊണ്ട് തളരാതെ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. കവിയുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഹൃദയത്തിൻ്റെ അഗാധതയിൽ തിരികെ വച്ചിട്ടുള്ള ദൃഢവും രൂഢവുമായ ചില അനുഭൂതികളാണ്. ജനിച്ചു. സാറിൻ്റെ ആദ്യ കൃതിയായ പൂക്കൾ, അത് രചിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നൊന്ന് പറയാമോ? ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് മഹാത്മജിയുടെ ജീവചരിത്രമാണ് ഗാന്ധി ഭാരതം എന്ന 12 സർഗങ്ങളുള്ള ഖണ്ഡകാവ്യത്തിൻ്റെ പ്രമേയം. മഹാത്മജിയുടെ ജീവിതകഥയെ ആസ്വാദ്യകരമായി വായനക്കാരിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു മഹത് കൃതിയാണ് ഗാന്ധിയുടെ പ്രാണമുദ്ര പതിഞ്ഞ കവിതയാണ് അമൃതകല. അമൃതത്തെപ്പറ്റി, നിത്യസൗന്ദര്യത്തെപ്പറ്റി, ജീവിതത്തെ അതിൻ്റെ ക്ഷണികതയിലും അനശ്വരതയോട് ബന്ധിപ്പിക്കുന്ന ദർശനത്തെപ്പറ്റി, ആധാരസത്യമായിരിക്കുന്ന സൂര്യസോമരസങ്ങളെപ്പറ്റി, ചിദ്രസവർഷിയായ ചന്ദ്രകലയെപ്പറ്റി, ഭാരതീയ മനസ്സ് 1000 ആണ്ടുകളിലൂടെ നേടിയ അനുഭൂതി ആ രചനയിൽ സാരാംശമായി സഞ്ചയിച്ചു വച്ചിരിക്കുന്നു. വിളക്കുകൊളുത്തു എന്ന കൃതി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. ആദ്യത്തെ പുത്തേഴൻ അവാർഡ്, ആശാൻ അവാർഡ്, മൂലൂർ അവാർഡ്, ആദ്യത്തെ വള്ളത്തോൾ സമ്മാനം, ഭോപ്പാൽ സാഹിത്യ സമ്മേളനത്തിൻ്റെ ഭാരതഭൂഷൺ ബഹുമതി, ഉള്ളൂർ അവാർഡ്, ചെന്നൈ ആസ്ഥാനമായുള്ള ആശാൻ സ്മാരക അവാർഡ്, ഓൾ ഇന്ത്യ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ താമ്രപത്രം തുടങ്ങിയ പ്രശസ്തികൾക്കും അർഹനായി. പ്രായാധിക്യത്തിലും മങ്ങിത്തെളിയുന്ന ഓർമ്മത്താളുകളിലൂടെ ഇന്നും സാഹിത്യ സപര്യ നടത്തുന്ന മലയാളത്തിൻ്റെ പ്രിയകവി പാലാ. കരവും മന്ദാരവും പുകവും പുന്നാകവും കേവലം ചുവടുത്തു നിൽക്കുമീ മലനാട്ടിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നേതത്രയോ ശതാബ്ദമായി അവർ തൻ സഹോദര നിർവിശേഷമാ സ്നേഹം നിവരെ പൊൻപൂക്കളായി സൗരഭ്യം പൊഴിക്കുന്നു. തെച്ചിയും ചെമന്തിയും ചെമ്പരത്തിയും ചരെ പിച്ചകച്ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. വാർദ്ധക്യത്തിലും വിളങ്ങുന്ന ആ കാവ്യ തേജസ് എന്നെന്നും പ്രകാശിക്കട്ടെ.